ഏത് കോടീശ്വരൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം പോലെ എനിക്ക് ശരിക്കും എന്താണെന്നുള്ളത് എത്ര കൊല്ലമായി. ഇപ്പൊ എന്തായിരുന്നു ഉറക്കമായിരുന്നു, എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കൊന്നും പറയാനില്ല. നിങ്ങളത് എന്താന്ന് വെച്ച് ചെയ്തോളൂ, സുപ്രീം കോടതി പോയി. എനിക്ക് ഇതിനൊന്നും ഞാൻ ഒരു രൂപ നിങ്ങൾക്ക് തരത്തില്ല. അല്ല സാറേ, നിങ്ങൾക്ക് ക്യാഷ് ചെയ്യാൻ നോക്കണ്ട, എന്നെ വിട്ടുകളാം. അല്ല, ഈ പെൺകുട്ടി പരിചയമുണ്ടോ? പരിചയമുണ്ടോ? കണ്ടിട്ടില്ലെന്ന് ഞാൻ. ഇതിപ്പോഴല്ലെന്ന്, 6 കൊല്ലം മുമ്പ് 2018 ജോസഫ് മുകേഷ് റൂമിലേക്ക് പല തവണ ക്ഷണിച്ചു. എൻ്റെ റൂം അയാളുടെ റൂമിന്റെ തൊട്ടടുത്തേക്ക് മാറ്റി. 2018 കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് ഉന്നയിച്ച ആരോപണം വീണ്ടും ചർച്ചയിൽ. 2018 ഒന്ന് ചർച്ചയായ ഒരു സംഭവം ആയിരുന്നു, ഇലക്ഷൻ സമയത്തെ കാര്യങ്ങളൊക്കെ. ആ സമയത്ത് പിന്നെ രാഷ്ട്രീയ ആരോപണമാണെന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം സംസാരിച്ചു. പിന്നെ ആ സ്ത്രീയെ അദ്ദേഹത്തിന് അറിയത്തില്ലെന്ന് വരെ സംസാരിച്ചു. ഇതെങ്ങനെ പോലും ഒരു 10-24 വർഷം മുമ്പുള്ള ഒരു സംഭവമാണിത്. അതുവരെ ഇപ്പൊ പൊക്കിയെടുത്തോണ്ട് വന്നു. അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ. അപ്പം ഞാനും പല ആൾക്കാരുടെയൊക്കെ പഴയതും പൊക്കിയെടുത്തോണ്ട് വരുമ്പം അതിനും ഇച്ചിരി വിലയൊക്കെ തരണം. എന്നെ തന്തയ്ക്ക് വിളിക്കാനൊക്കെ വരുന്നവരോടാണ് ഞാനീ പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? ഈ പറയുന്ന ഈ നിൽക്കുന്ന കുറേ ടീംസുകളുണ്ട്, അവർ പറയുന്ന എല്ലാം ശരിയാണെന്ന് നിങ്ങൾ ധരിക്കരുത്. പറഞ്ഞു മനസ്സിലായോ? ഇപ്പം നമ്മുടെ ചില വീഡിയോസ് കണ്ട് മനസ്സിലാക്കിയവരൊക്കെ പഴയ വീഡിയോസ് പോയി നോക്കുമ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മുകേഷിൻ്റെ പഴയ വീഡിയോസും ഉണ്ട് നമ്മുടെ എല്ലാം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകേഷിൻ്റെ ഒരു പഴയൊരു വീഡിയോ വരാം. റൂമിലോട്ട് ക്ഷണിച്ച കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അന്ന് അവർ ആ റൂമിലുള്ള മുകേഷ് ഏട്ടൻ്റെ റൂമിൻ്റെ പരിസരത്ത് പോലും ഇവരില്ലെന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണ് താമസിച്ചത്. അങ്ങനെ ഈ കാസ്റ്റിംഗ് ഡയറക്ടറിനൊക്കെ അങ്ങനെ അടുത്ത് താമസിക്കാനോ ഒന്നും പറ്റത്തില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും പഴയ ന്യൂസ് ഞാനൊന്ന് വെച്ച് തരാം. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ കുറച്ച് വോയിസും കാര്യങ്ങളുമൊക്കെ ഇത് ന്യൂസ് അറിഞ്ഞ് പല ആൾക്കാരും രാത്രി വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സംബന്ധമായിട്ട് അദ്ദേഹം പറയുന്ന വോയിസും ഉണ്ട്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫോണിൽ ഞാൻ ശല്യപ്പെടുത്തി എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അതിനെപ്പറ്റി റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എൻ്റെ ഒരു സ്വഭാവം വെച്ചുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഞാൻ ലേ മെറിഡിയൻ ഹോട്ടലിൽ തന്നെയാണ് ഞാൻ താമസിച്ചത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. പക്ഷേ അങ്ങനെയുള്ളൊരു TV പ്രോഗ്രാം ഞാൻ ആദ്യമായിട്ടാണ് ലേ മെറിഡിയനിൽ അവിടെ താമസിക്കുന്നത്. ഒരു 5 സ്റ്റാറിന് മേളിലുള്ള ഒരു ഹോട്ടലിൽ അവിടെ ക്രൂവിന് അവർ റൂമെടുത്ത് കൊടുക്കുമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അവരെ അവിടെ വെച്ച് കണ്ടതായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഈ ഫോണിൽ കൂടി ഇതേ കണക്ക് ശല്യപ്പെടുത്തിയെന്ന് പറഞ്ഞത് ഒരിക്കലും ഞാനായിരിക്കില്ല. അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നതായിരിക്കണം. അതുമാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഓഡീഷനും പരിപാടിയായിരുന്നു അന്നത്തെ കാലത്ത്. 10-24 വർഷമായി അത് സംഭവം. അപ്പം അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ, ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ എന്ന് വെച്ചാൽ ഇത്രയും ഒരു ഹോട്ടലിലാണ്, വലിയൊരു ഹോട്ടലിലാണ് ഈ റൂം മെമ്പേഴ്സിനെയൊക്കെ താമസിക്കാൻ പറ്റുമോ? അതും മുകേഷ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ തൊട്ട് റൂമിൻ്റെ അടുത്ത് തന്നെ ആക്കണം എന്നുള്ള രീതിയിൽ. പിന്നെ ഇത്രയും വർഷമാണെന്ന് ചില കാര്യങ്ങൾ പോലും നമ്മൾ പോലും മറന്നു പോകുന്നുണ്ട്. അതുപോലെ അദ്ദേഹം മറന്നതായിരിക്കും, എന്താണെന്നൊന്നും നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. പിന്നെ എന്ന് വെച്ച് നല്ല പിള്ളയൊന്നും അല്ല പുള്ളി, അത് വേറെ കാര്യം. അത് പുള്ളിയുടെ സംസാരത്തിലും പുള്ളിയുടെ രീതിയിലും ഇടയ്ക്ക് TV ഷോയിലൊക്കെ എല്ലാം മമ്മൂട്ടിയും ഇദ്ദേഹം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ട്രോളിയൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ. ഓക്കെ, അതൊക്കെ വെച്ച് മനസ്സിലാക്കാൻ കുറച്ച് കോഴിത്തരമൊക്കെ കയ്യിലുള്ള ടീംസൊക്കെ തന്നെയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോയുടെ തന്നെ ഒരു ഭാഗം കൂടെ ഞാൻ വെച്ച് തരാം. വേറൊരു ചെറിയ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇന്നലെ ഞാനിപ്പോൾ ഇവിടെ തന്നെ ഒരു മീറ്റിങ്ങിന് വേണ്ടി വന്നപ്പം ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ മുകേഷ് ചേട്ടാ, ഇങ്ങനെ ബോംബെ എന്നൊരു കുട്ടി ഇങ്ങനെ 19 കൊല്ലം മുമ്പ് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തല്ലോ, എന്താണ്? ഞാനതൊരു സൗഹൃദ സംഭാഷണമാണെന്നാണ് വിചാരിച്ചത്. ഞാൻ മുക്കിനും മൂലയിലുമൊക്കെ പറഞ്ഞു. അതൊരിക്കലും പ്രതികരണമാണെന്നും എന്നോട് പറഞ്ഞില്ല, റെക്കോർഡ് ചെയ്യുന്നെന്നും എന്നോട് പറഞ്ഞില്ല. അതായിരുന്നെങ്കിൽ ഞാൻ വ്യക്തമായി പറഞ്ഞേനായിരുന്നു. ആ ഒരു തെറ്റിദ്ധാരണ കൂടെ മാറ്റണം. പിന്നെ ആ കുട്ടി ടെസ് ജോസഫ് തന്നെ പറഞ്ഞു, കേസിനും വഴക്കിനൊന്നുമല്ല, എൻ്റെ മനസ്സിലുള്ളത് കോറിയതാണ്. അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഇങ്ങനെ ഈ TV കവർ ചെയ്യുകയും അത് പൊളിറ്റിസൈസ് ചെയ്യണമെന്ന ആവശ്യമൊന്നുമില്ല, അതൊന്നുമല്ല ഞാൻ പ്രതീക്ഷിച്ചതെന്നും ഉദ്ദേശിച്ചതെന്നും ഒക്കെ പറഞ്ഞു. അപ്പോൾ അതും മുഖവിലേക്ക് എടുക്കണം. പിന്നെ ഒരു പ്രധാന കാര്യം കൂടെ എനിക്ക്, ഒരു ദിവസം ഒരു പെൺകുട്ടി രാത്രി വിളിച്ചിട്ട് മുകേഷ് ചേട്ടാ ഇന്ന പോലാണ് ഒരു സംഭവം, ഇന്നൊരു കാര്യം കേട്ടല്ലോ. അപ്പോൾ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഉറക്കത്തിൽ സംസാരിക്കുന്ന വോയിസ് ആണത്.
അതെൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതും ഒന്ന് വെച്ച് തരാം, അതും കൂടെ നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഇതൊക്കെ എൻ്റെ പൊന്നെ 10-24 വർഷമുള്ളതാണ്. ഇപ്പം ആ വീഡിയോയ്ക്ക് തന്നെ പറയുന്നുണ്ട് 19 വർഷം മുമ്പുള്ളത്. അതും കഴിഞ്ഞിപ്പം 6 വർഷം കൂടെ, മൊത്തം 25ഓളം വർഷമാവുന്നുണ്ട്. അപ്പോൾ ഓരോന്നൊക്കെ തപ്പിപ്പിടിച്ച് പോകുന്നതാണ് ഓരോ ആൾക്കാർ. ഇപ്പം അവരെങ്ങാണ്ട് ഇൻസ്റ്റയിലും ട്വിറ്ററിലും ഒക്കെ കുറേ എന്താ പറയുക സ്റ്റോറീസും കാര്യങ്ങളും ഇട്ടായിരുന്നു, പണ്ടിട്ട കാര്യങ്ങൾ. അപ്പോൾ അത് ഏറ്റുപിടിക്കാൻ പിന്നെ നമ്മുടെ മീഡിയാസുകൾ ഒട്ടും മോശമല്ലല്ലോ. എന്തായാലും ഞാൻ വോയിസ് വെച്ച് തരാം. കോടീശ്വരൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം പോലും എനിക്ക് ശരിക്കും എന്താണെന്നുള്ളത് എത്ര കൊല്ലമായി. ഇപ്പൊ എന്തായിരുന്നു ഉറക്കമായിരുന്നു, എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കൊന്നും പറയാനില്ല. നിങ്ങളത് എന്താന്ന് വെച്ച് ചെയ്തോളൂ, സുപ്രീം കോടതി പോയി. എനിക്ക് ഇതിനൊന്നും ഞാൻ ഒരു രൂപ നിങ്ങൾക്ക് തരത്തില്ല. അല്ല സാറേ, നിങ്ങൾക്ക് ക്യാഷ് ചെയ്യാൻ നോക്കണ്ട, എന്നെ വിട്ടുകളാം. അല്ല ഈ പെൺകുട്ടി പരിചയമുണ്ടോ? പരിചയമുണ്ടോ? ഓർമ്മയില്ല. തിരിച്ചെന്ന് പറഞ്ഞാൽ തിരിച്ചു എനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, നിങ്ങൾ ആ വോയിസും കാര്യങ്ങളൊക്കെ കണ്ട ഉറക്കപ്പിച്ച് പിന്നെ പുള്ളിയെ വിളിച്ചാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഒന്നെങ്കിൽ തെറിയായിരിക്കും, ഇതൊരു പെൺകുട്ടി ആയതാണെന്ന് തോന്നുന്നു, ഇച്ചിരി കൂടെ മാന്യമായിട്ട് സംസാരിച്ചെന്ന് തോന്നുന്നു. ഇപ്പോഴും ഈ കാര്യങ്ങൾ മനസ്സിലാവാത്ത കുറച്ച് ആൾക്കാരുകളൊക്കെയുണ്ട്. പഴയ കാലത്തെ ന്യൂസും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഇന്നത്തെ അപ്ഡേറ്റ് ഞാൻ വെച്ച് തരാം. ഇപ്പോൾ അവർ ട്വിറ്ററിലും കാര്യങ്ങളിലൊക്കെ ഓരോ കാര്യങ്ങൾ വീണ്ടും അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്നത്തെ ന്യൂസ് കേട്ട് അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും ഇന്നത്തെ. പിന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ട്, നമുക്ക് അതും വെക്കാം. ആദ്യം ഇന്നത്തെ ന്യൂസ് ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കും. മുകേഷിനെതിരെ മീറ്റു ആരോപണം മുമ്പ് ഉയർന്നിരുന്നു. കാസ്റ്റിംഗ് ഡയറക്ടറായ ടെസ് ജോസഫ് ആയിരുന്നു അന്ന് രംഗത്തെത്തിയത്. വീണ്ടും അവരത് ഓർമ്മിപ്പിക്കുന്നു. കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടുള്ള ടെസ് ജോസഫ് ആണ് അന്ന് ട്വിറ്റർ ആയിരുന്ന എക്സ് ഹാൻഡിലൂടെ ഇത്തരത്തിൽ ഒരു കാര്യം തുറന്നു പറയുന്നത്. 2019 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു 2018 ടെസ് ജോസഫ് ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞത്. ടെലിവിഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി താൻ എത്തിയപ്പോൾ അന്ന് മുകേഷ് പലതവണ തന്നെ ഈ റൂമിലേക്ക് ക്ഷണിച്ചു, ഒപ്പം തന്നെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു. ഏറ്റവും ഒടുവിൽ തന്റെ മുകേഷിന്റെ റൂമിനരികിലേക്ക് മാറ്റുന്ന തരത്തിൽ വരെ ഇടപെടൽ നടത്തി എന്നുള്ളതായിരുന്നു അന്ന് അവർ തുറന്നു പറഞ്ഞത്. ഭയന്നു പോയ താൻ പിന്നീട് ഈ ഷോയുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ സംസാരിച്ച വളരെ വേഗം തന്നെ അടുത്ത ഫ്ലൈറ്റിൽ തിരികെ പോവുകയായിരുന്നു എന്നാണ്. നിയമം അധികാരമുള്ളവർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളതാണ് ടെസ് ജോസഫ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ തനിക്ക് കുറെ ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട്, കാര്യങ്ങളിലൊക്കെ പരസ്പരം ക്ലാരിറ്റി ലഭിക്കുന്ന സമയമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവർക്ക് ആ സമയത്ത് 20 വയസ്സെങ്ങാണ്ടാണ് ഈ സംഭവം നടക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പം മുകേഷ് പലതവണ വിളിച്ചിട്ടുണ്ട്, റൂമിലോട്ട് വരാനും പിന്നെ ഫുഡ് കഴിക്കാനും ഒക്കെ ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് ഈ പറയുന്നതൊക്കെ. അദ്ദേഹത്തിനാണെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും ഓർമ്മയില്ല താനും. അത് പിന്നെ ആ സമയത്തെ രാഷ്ട്രീയം, എൻ്റെ പൊന്നോ, പിന്നെ അറിയാലോ രാഷ്ട്രീയം സമയത്താണ് അത് പിന്നെ ചർച്ചയായി വന്നത്. എന്ത് വിഷയം ചർച്ചയായി വന്നാലും അതിൻ്റെ ഇടയിൽ കയറ്റി ഗോളടിക്കാൻ കുറേ ടീംസ് വരുമെന്നുണ്ടല്ലോ. ഇപ്പം ഇതുവരെ വന്ന 2 പേര് ഇപ്പോൾ വന്നിട്ടുണ്ട് രംഗത്തിലാണ്. അതിപ്പം പലവരുടെയും പേരെടുത്ത് പറഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. ഓക്കെ, സത്യമായിരിക്കാം, സത്യമാണെങ്കിൽ ഉറപ്പായിട്ട് അവർ ശിക്ഷ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ അപ്പോൾ പഴയ കാര്യങ്ങൾ എടുത്തു പോവുകയാണെങ്കിൽ നമ്മളും കുറച്ച് ആൾക്കാരുടെയൊക്കെ പറയേണ്ടി വരും. കാരണം മെയിനായിട്ട് ആ വന്ന 2 പെൺകുട്ടികളുടെയും ഓരോ കാര്യങ്ങൾ തിരഞ്ഞു പോയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അവരെ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്, ഇതിൻ്റെ അപ്പുറവും ചെയ്തിട്ടുള്ള ടീംസാണ്. ചുമ്മാ ഒരാൾ എന്നിട്ട് ഡയറക്റ്റായിട്ട് എന്നിട്ട് അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെ ഇത് ഒരാളെ നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? ഓക്കെ, നമ്മൾ ഒരാളെ മീറ്റ് ചെയ്തു, ബാക്കട അല്ല ഇപ്പോൾ ഇതാണോ സംസാരിക്കുന്നത്? എവിടെയോ എന്തൊക്കെയോ കുറേ ഇതൊക്കെ ഉണ്ട്. കുറേയൊക്കെ എരിവും പുളിയും കയറ്റി വിടുന്നതാണെന്നും മനസ്സിലാക്കാൻ പറ്റും, സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഇതിനൊരു എക്സ്പ്ലനേഷനായിട്ട് നമ്മുടെ മുകേഷ് ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ബെബൊക്കെ അടിക്കുന്നുണ്ട്. ഇല്ല തനി സിനിമയിലൊക്കെ ഇതുപോലെ എനിക്കൊന്നും അറിയാമല്ല എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് കണ്ടിട്ട് എനിക്ക് ആ സിനിമ ഇന്നഹരിഹര നഗറിലെ ആ ഒരു ഇതൊക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ആരുടെയെങ്കിലും തെളിവും കാര്യങ്ങളും ഉണ്ടോ? അതുമില്ല. അന്നത്തെ സംഭവമല്ലേ ഇതും പറഞ്ഞിട്ട് അങ്ങ് പോവുകയും ചെയ്യും. പിന്നെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഞങ്ങളെപ്പോലെ യൂട്യൂബേഴ്സിനാണെങ്കിലും ന്യൂസ് ആർക്കാണെങ്കിലും ഒരാഴ്ചത്തൊക്കെ ഉള്ള ഒരു കണ്ടന്റായി. പിന്നെ മുല്ലപ്പെരിയാർ വിഷയവും ഈ പറയുന്ന വയനാട് ഇഷ്യൂവും ഇതൊക്കെ ഇതിലങ്ങ് മുങ്ങിപ്പോവും. ഇവിടെ ലാഭം ഉണ്ടാക്കുന്നത് മേളിയിരിക്കുന്ന കൊമ്പത്തെ കുറേ ടീംസുകൾ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം മറന്നുപോകും. കൂടുതൽ ഞാൻ പറയുന്നില്ല, മുകേഷിൻ്റെ ആ ഒരു വീഡിയോ കൂടെ വെച്ച് തരാം. കണ്ടിട്ടില്ലെന്ന് ഞാൻ ഇതിപ്പോഴല്ലെന്ന് 6 കൊല്ലം മുമ്പ് 2018 പറഞ്ഞപ്പം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല. ഫോൺ വിളിച്ചു രാത്രിയിൽ പല പ്രാവശ്യം, ഒരു പ്രാവശ്യം പോലും ഞാൻ എടുത്തില്ല. എടുക്കാതെ ഞാനാണോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയും? 6 കൊല്ലം മുമ്പ് ഇത് ആരോപണം ആദ്യമായിട്ട് ഏതോ ഒരു ഫേസ്ബുക്കിനകത്ത് അവർ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ആൾക്കാർ പോയി പൊക്കിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് അപ്പോൾ പോലെ 20 കൊല്ലം മുമ്പ് നടന്നത് എനിക്ക് അറിഞ്ഞുകൂടെന്നാണ് പറഞ്ഞത്, ഓർമ്മയില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ 6 കൊല്ലം കഴിഞ്ഞ് പിന്നെ ആ കേസ് എന്തായി?
ആ കേസ് എന്തായി? ഇപ്പോൾ വീണ്ടും 6 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വന്നിട്ട് ഞാൻ ഓർക്കുന്നു എന്ന് പറഞ്ഞത് എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഞാൻ രാവിലെ ഇതിനെ നിങ്ങളെക്കാട്ടി ഒരു 10-20 പേരെ ചോദിക്കുന്നത് ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞു. ആയിരിക്കും. അന്ന് 6 കൊല്ലം മുമ്പ് ഇതിങ്ങനെ വന്നപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥി നിർണയം വരെ അടി നടന്നു പ്രതിപക്ഷത്ത്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അയാൾ ഇപ്പോൾ രാജിവെച്ചു, പോയി പിടിക്കപ്പെട്ടു, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് 3 നേതാക്കന്മാരും ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് നാണം കെട്ട എല്ലാം കഴിഞ്ഞില്ലേ? പിന്നല്ലാതെ CPM-ന്റെ MLA ആകുമ്പോഴത്തേക്ക് കയറി ഇറങ്ങി അങ്ങോട്ട് എന്തെങ്കിലും പറയാമല്ലോ എന്നുള്ളതാണ്. എനിക്ക് വേറൊന്നും പറയാനില്ല. എനിക്ക് നേരന്തരം ഫോൺ വിളിക്കുമായിരുന്നെന്നാ പറഞ്ഞേ. അവരാണെങ്കിൽ ഫോൺ എടുത്തിട്ടുമില്ല. അപ്പം ശരിയാ, മുകേഷ് ആണെന്ന് എങ്ങനെ ഉറപ്പ് വരുത്തും? അതും ശരിയാണ്. എന്തായാലും എന്തെങ്കിലും തെളിവും കാര്യങ്ങളും ഉണ്ടെന്ന് ചോദിച്ചാൽ ഈ ഒരു കാര്യത്തിന് വലിയ തെളിവൊന്നുമില്ല. പിന്നെ ട്രോളർമാർക്കൊരു വകയായി അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാൻ മാത്രം. സാധാരണ നമ്മൾ എന്തെങ്കിലും വിഷയം ചകഞ്ഞു പോകണമെങ്കിൽ എന്തെങ്കിലും കിട്ടുമെങ്കിലും ചെയ്യും. ഞാൻ ഒരു 2-3 മണിക്കൂർ കൊണ്ടിരുന്ന് നോക്കി എന്തെങ്കിലും ഇത് കിട്ടുമോ ഇല്ല. ആ പടം ഒരു വോയിസോ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ ചെകുത്താനെ കടലിൻ്റെ നടുക്ക് ആ ഒരു വിഷയം അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ച് ഇങ്ങനെ പുണ്യാത്മാവൊന്നും അല്ല, അത് വേറെ കാര്യം. കൊച്ചു രീതിയിലെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല, ഒരു മമ്മൂട്ടിയുടെ ഒരിതിലാണ്. അതിനകത്ത് മമ്മൂട്ടി തന്നെ പറയാനുണ്ട്, ഞാൻ അങ്ങനെ ഓവറായിട്ട് ഇവർ സംസാരിക്കുന്ന പോലൊന്നും ഞാൻ സംസാരിക്കാൻ പോകത്തില്ല എന്നുള്ള രീതിയിൽ പുള്ളി അത് നൈസായിട്ട് അങ്ങ് പറയുകയും ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും ഇനി വരുമ്പോൾ ഓരോ മഹാന്മാരുടെയും ഇപ്പോൾ ഒരു യുവനടൻ്റെ കാര്യമൊക്കെ എടുത്ത് പറയുകയൊക്കെ ചെയ്ത് ഞാൻ ഷോക്കായിപ്പോൾ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും പിന്നെ ഈ മുകേഷിൻ്റെ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്ത് വരും. എന്തായാലും മോളിൽ ഇരിക്കുന്നവൻ അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. എന്തായാലും മുൻപ് ആരെയും കുറേ നെഗറ്റീവ് ഇയാളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ് ഈ ഒരു വിഷയത്തിൽ ഇയാളുടെ 2ാമത്തെ വൈഫാന്ന് തോന്നുന്നു മുകേഷിന് സപ്പോർട്ടായിട്ടാണ് സംസാരിക്കുകയൊക്കെ ചെയ്തത്. അതിൻ്റെ ക്ലിപ്സും കാര്യങ്ങളൊന്നും ഞാനിവിടെ വെക്കുന്നില്ല. എന്തായാലും എനിക്ക് ഇത്ര ഈ ഒരു വിഷയത്തിൽ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ തോന്നുന്നില്ല. അതിനകത്ത് കൂടുതലായിട്ടൊന്നും ചെയ്യാനൊന്നും ഇല്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ പറയാം, ഒരു പാർട്ടി ബേസ് വെച്ച് നോക്കുവാണെങ്കിൽ വേണമെങ്കിൽ ഇയാളെ വേണമെങ്കിൽ എടുത്തിട്ട് കൊടുക്കാം. അങ്ങനെയാണോ അവൻ ഇങ്ങനെയാണ് മറ്റാണെന്ന്. പക്ഷെ നമ്മൾ ഉള്ള കാര്യം ഉള്ള പോലെ പറയണം. അതാണ് എൻ്റെ ഒരു രീതി. അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതി പോകുന്നത്. എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്. ബൈ ഗൈസ്, ലവ് യു ഓൾ.